സോ നെക്സ്റ്റ് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ളത്, അതായത് കാണാനുള്ളത് എന്താണ്, ടെസ്റ്റ് എന്ന ടോപ്പിക്കാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ അസസ്മെന്റ്, ക്ലാസ് റൂം അസസ്മെന്റ് എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ടോപ്പിക് ആയിട്ട് വരുന്നത്. അപ്പൊ ടൂൾസ് ആൻഡ് ടെക്നിക്സിൽ നമ്മൾ ആദ്യം കുറച്ച് ചെറിയ ചെറിയ ടെക്നിക്സ് ഒക്കെ പറഞ്ഞു അല്ലെ. ഏതൊക്കെയാണ്? ഒബ്സർവേഷൻ മെത്തേഡ് ഉണ്ട്, സെൽഫ് റിപ്പോർട്ടിംഗ് മെത്തേഡ് ഉണ്ട്, ആൻഡ് ഡോക്ടർ റെക്കോർഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ റേറ്റിംഗ് സ്കെയിലോ ചെക്ക് ലിസ്റ്റോ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ടെസ്റ്റുകളാണ് അല്ലെ. ടെസ്റ്റുകൾ എന്ന് പറയുന്ന പല രീതിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അതായത് നമുക്കിപ്പോ പറഞ്ഞാൽ ഒരു ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ടെസ്റ്റ് എന്താ? എൻഡ് ടേം എക്സാംസ് അല്ലെ. അപ്പം ഒരു കോഴ്സ് കഴിയുമ്പോൾ നമ്മൾ അവിടെ ഒരു ടെസ്റ്റ് ഇടുന്നുണ്ട്. അപ്പം അത് എന്തിനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? അച്ചീവ്മെന്റിനെയാണ് മെഷർ ചെയ്യുന്നത്. നമ്മൾ എന്തുമാത്രം ആ കോഴ്സ് ചെയ്തപ്പോൾ പഠിച്ചു എന്ന് കാണുന്നതാണ് എന്ത്? ആ എൻഡ് ടേം എക്സാംസ് പറയുന്നത്. അതേപോലെ നമ്മൾ ചെയ്യുന്നതാണ് വേറൊന്ന് എന്ത്? എൻട്രൻസ് എക്സാംസ്. എൻട്രൻസ് എക്സാംസ് എന്തിനാണ്? നമ്മൾ ഫ്യൂച്ചറിൽ എങ്ങോട്ടാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് എവിടെയാണ്, നമുക്ക് ഈ ഒരു കോഴ്സ് എടുക്കാൻ പറ്റുമോ എന്നറിയാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്ത്? എൻട്രൻസ് എക്സാംസ്. അതും എന്താണ്? ടെസ്റ്റുകളാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു എന്താ പറയുക, ഇതൊക്കെ നമ്മൾ എന്താ മെഷർ ചെയ്യുന്ന? കോഗ്നിറ്റീവ് ഡൊമൈൻ ആണ്. എന്നാൽ അഫക്റ്റീവ് ഡൊമൈനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മെഷർ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം ഒരു കുട്ടിക്ക് എന്താ പറയാ, അഫക്റ്റീവ് ഡൊമൈനിലെ കാര്യങ്ങൾ, അതായത് ആ കുട്ടിക്ക് എങ്ങനെയാ പഠിക്കുന്നത്, മോട്ടിവേറ്റഡ് ആണോ, ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ മെഷർ ചെയ്യാനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ പിന്നെ ഒരു കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ, ആ കുട്ടിയുടെ സ്ട്രെങ്ത് എന്താണ്, ആ കുട്ടിയുടെ വീക്ക്നെസ് എന്താണ് എന്നൊക്കെ കണ്ടുപിടിക്കാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടാവും അല്ലെ. സോ ഇതെല്ലാം എന്നല്ല ഫൈനലി വന്ന് നിൽക്കുന്നത്? ടെസ്റ്റ് അല്ലെ. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Test is a procedure intended to establish the quality, performance or reliability of something. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, ഈ ഒരു ടെസ്റ്റ് കഴിഞ്ഞാലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഓക്കെ, ഇറ്റ്സ് ഡൺ എന്നൊരു രീതിയിൽ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ടെസ്റ്റ് ആണ് എന്ത്? ആ ഒരു പ്രൊസീജിയർ. എന്തിനുള്ള പ്രൊസീജിയർ? ആ ഒരു ക്വാളിറ്റി എൻഷുർ ചെയ്യാനുള്ള പ്രൊസീജിയർ ആണ് എന്ത്? ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നടത്തുന്നത്? സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് അല്ലെ. ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഫോർ ഒബ്സർവിംഗ് ആൻഡ് ഡിസ്ക്രൈബിംഗ് വൺ ഓർ മോർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പേഴ്സൺ. അപ്പം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിലൂടെ നടത്തുന്ന ആ ഒരു ഇവാലുവേഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ, ക്ലാസ് റൂമിൽ കുട്ടികളെ അസസ് ചെയ്യാൻ നമ്മൾ പലതരത്തിലുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും അല്ലെ. ഇനി നെക്സ്റ്റ് എന്തൊക്കെയാണ് ടെസ്റ്റിന്റെ ഫീച്ചേഴ്സ് നോക്കാം. എന്തൊക്കെയാണ്? അതൊരു ഇമ്പോർട്ടന്റ് ടൂൾ ആണ് അല്ലെ. എന്തിനാണ്? ലേണറുടെ പെർഫോമൻസും നോളജും സ്കിൽസും എല്ലാം അളക്കാനായിട്ട്. സോ ഇറ്റ് ഇസ് എ വെരി റിലയബിൾ ഓർ ആൻഡ് വെരി വെർസറ്റൈൽ ടൂൾ എന്ന് പറയാം. ഓക്കെ, അതെങ്ങനെയാവാം? ഓറൽ ആകാം, റിട്ടൺ ആവാം, മെക്കാനിക്കൽ ആകാം അല്ലെ. ലാബിലൊക്കെ നമ്മൾ എന്താ ചെയ്യിപ്പിക്കുന്നത് അല്ലെ. സോ എനി ടൈപ്പ് ആകാം. പിന്നെ എന്താണ്? അത് സ്റ്റുഡൻസിന്റെ എബിലിറ്റിയും നോളജിനെയും പറ്റിയിട്ട് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് തരുന്നത്. പിന്നെ ഈ ടെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ടീച്ചിങ് ഫ്രൂട്ട്ഫുൾ ആയിരുന്നോ അല്ലയോ എന്നുള്ളത് നമുക്ക് എവിടെ നിന്ന് മനസ്സിലാക്കാം? ഈ ഒരു ടെസ്റ്റ് റിസൾട്ട്സിൽ നിന്ന് നമുക്ക് ടീച്ചിങ് ആൻഡ് ലേണിംഗിന്റെ ഇഫക്റ്റീവ്നെസ്സും മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ടെസ്റ്റ്. ഇനി ഏതൊക്കെ തരം ടെസ്റ്റുകൾ ഉണ്ടെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അല്ലെ നമ്മളൊരു ഐഡിയ പറഞ്ഞില്ലേ ഏതൊക്കെയുണ്ട്? അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. എന്താ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്? അച്ചീവ്മെന്റ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നോർമലി നടത്തുന്ന എൻഡ് ടേം എക്സാംസ് ഒക്കെ ഏതാണ്? അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്. നെക്സ്റ്റ് ആണ് എന്ത്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തിനാണ്? ഡയഗ്നോസിസ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാം അല്ലെ. സോ ഇഫ് ദർ ഇസ് എനി പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ടെസ്റ്റാ ചെയ്യുന്നുണ്ടാവുക? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ നെക്സ്റ്റ് ആണ് എന്ത്? പ്രൊഗ്നോസ്റ്റിക് ടെസ്റ്റ്. പ്രൊഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എൻട്രൻസ് എക്സാം ഒക്കെ ഫ്യൂച്ചർ അല്ലെ, ഫ്യൂച്ചർ എന്താകണം എന്നുള്ളത് നമ്മൾ പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബേസിക്കലി നമുക്ക് 3 തരം ടെസ്റ്റുകളാണ് ഇവിടെ പഠിക്കാനുള്ളത്. എഫക്റ്റീവ് ഡൊമൈനിന്റെ ടെസ്റ്റ് വേറെ ആയിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. സോ ഇതിൽ 3 തരം ടെസ്റ്റുകളാണ്. എന്തൊക്കെയാണ്? അച്ചീവ്മെന്റ് ടെസ്റ്റ് ഉണ്ട്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉണ്ട്, പ്രൊഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉണ്ട്. നമുക്ക് ഓരോ ടെസ്റ്റും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഏത് ഡൊമൈനാ? കോഗ്നിറ്റീവ് ഡൊമൈൻ. അപ്പൊ കോഗ്നിറ്റീവ് ഡൊമൈനെ മെഷർ ചെയ്യാനായിട്ട് കോഗ്നിറ്റീവ് ഡൊമൈനിൽ എന്തൊക്കെ വരും? നോളജ് വരും, അണ്ടർസ്റ്റാൻഡിംഗ് വരും, ആപ്ലിക്കേഷൻ സ്കിൽസ് വരും, ക്രിട്ടിക്കൽ തിങ്കിങ് വരും. ഓക്കെ, സോ ഇതെല്ലാം മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന്. ആ ടെസ്റ്റിനെ നമ്മൾ പൊതുവെ പെൻ പേപ്പർ ടെസ്റ്റ് കാറ്റഗറിയിലാണ് ഇടുന്നതെങ്കിലും ഇപ്പൊ നമുക്ക് അച്ചീവ്മെന്റ് ടെസ്റ്റിൽ വേറെയും മെത്തേഡ്സ് ഓഫ് ടെസ്റ്റിംഗ് ഉണ്ട്. ഓക്കെ, പിന്നെ എന്താണ്? റിലേറ്റീവ് അച്ചീവ്മെന്റ് ആണ്. ഒരു പെർട്ടിക്കുലർ ലേണിംഗ് ഏരിയയിൽ ഇപ്പൊ ഒരു സബ്ജക്ട് ബയോളജി എടുത്താൽ ആ കുട്ടിക്ക് ബയോളജിയിൽ എന്ത് മാത്രം അറിയാം,
എന്നുള്ളതാണ് നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിനെന്ത് വേണം? നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ വേണം അല്ലെ? എല്ലാം കവർ ചെയ്യുന്നത് പോലെ നന്നായിട്ട് ഉണ്ടാക്കിയ ഒരു നല്ല ക്വസ്റ്റ്യൻ പേപ്പർ വേണം നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ. പിന്നെ എന്താണ്? പെർഫോമൻസ് ഓഫ് ദ ടീച്ചറും നമുക്ക് ടെസ്റ്റിൽ നിന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ടീച്ചർ എന്ത് നന്നായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആ ടെസ്റ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് തന്നെ 2 കാറ്റഗറിയിലുണ്ട്. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്ന് പറഞ്ഞാൽ ഓർക്കണം കേട്ടോ. അപ്പം അതനുസരിച്ച് നമുക്ക് 2 കാറ്റഗറിയിലുണ്ട്. എന്താണ് ഈ 2 കാറ്റഗറി? വൺ ഇസ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ്, സെക്കൻഡ് വൺ ഇസ് ടീച്ചർ മെയ്ഡ് ടെസ്റ്റ്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കാണാം. സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ആൻഡ് ടീച്ചർ മെയ്ഡ് ടെസ്റ്റ്.